മറ്റു വാർത്തകളിലേക്ക്. മുല്ലപ്പെരിയാറിൽ ആശങ്കയായി ജലനിരപ്പ് ഉയരുന്നു. 135.75 നിലവിലെ ജലനിരപ്പ്. 136 അടിക്ക് മുകളിലെത്തിയാൽ ഷട്ടർ തുറക്കും. പെരിയാർ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാഹുൽ സുരേഷ് നമുക്കൊപ്പം. രാഹുൽ സുരേഷ്, വൃഷ്ടിപ്രദേശത്ത് മഴ കനക്കുന്നുണ്ടോ? 136 അടിയിലേക്ക് ജലനിരപ്പ് ഉയരാനുള്ള സാഹചര്യമുണ്ടോ നിലവിൽ? സുജയ പാർവതി, ഇടവിട്ടുള്ള മഴയാണ് ഇപ്പോഴും ഇവിടെ തുടരുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് മുല്ലപ്പെരിയാറിന് താഴ്ഭാഗത്തുള്ള വള്ളക്കടവിലാണ്. വള്ളക്കടവിൽ ഇടവിട്ടുള്ള മഴ തുടരുന്നു. മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടിപ്രദേശത്തും ഇടവിട്ടുള്ള മഴ തുടരുന്നുണ്ട്. ഓരോ 2 മണിക്കൂർ കൂടുമ്പോഴും 0.5 അടി വീതമാണ് ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ കണക്ക് പ്രകാരം 135.75 അടിയാണ് നിലവിലെ ജലനിരപ്പ് എന്ന് പറയുന്നത്. ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഇന്ന് രാത്രി 10 മണിയോടെയായിരിക്കും പരമാവധി ജലനിരപ്പായ 136 അടിയിലേക്ക് എത്തുക. അതേസമയം രാത്രിയിൽ സ്പിൽവേ ഷട്ടറുകൾ തുറന്നുകൊണ്ട് വെള്ളം ഒഴുക്കുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. നേരത്തെ തന്നെ ഈ കാര്യത്തിൽ കേരളം തമിഴ്നാടിന് കത്തയച്ചിരുന്നു. അതായത് രാത്രി സമയത്ത് സ്പിൽവേ ഷട്ടറുകൾ തുറന്നുകൊണ്ട് വെള്ളം താഴേക്ക് ഒഴുക്കരുത് എന്ന കാര്യം അറിയിച്ചിരുന്നു. ആ കാര്യം അംഗീകരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നാളെയായിരിക്കും സ്പിൽവേ ഷട്ടറുകൾ തുറക്കാൻ സാധ്യത. ഇപ്പോഴും മഴ തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൃശ്യങ്ങളിൽ കാണുന്നത് പെരിയാറിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ്. ഇപ്പോഴും കാര്യമായി ജലനിരപ്പ് ഉയർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്പിൽവേ ഷട്ടറുകൾ തുറന്നാലും കാര്യമായ ജലനിരപ്പ് ഉയരില്ല എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. ജില്ലാ ഭരണകൂടത്തിന്റെ കണക്ക് പ്രകാരം 800-ലധികം കുടുംബങ്ങളെ ആയിരിക്കും ഇത് ബാധിക്കാൻ പോകുന്നത്. 3300-ഓളം ആളുകളെയും ബാധിക്കുമെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ കണക്കിൽ പറയുന്നത്. ആവശ്യം വരികയാണെങ്കിൽ 135.75 അടിയാണ്. അത് 136ലേക്ക് എത്തുമ്പോഴായിരിക്കും സ്പിൽവേ ഷട്ടറുകൾ തുറക്കുക. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.